ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസും വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ വളരെ യുക്തിഭദ്രമായൊരു തീരുമാനമെടുത്തു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ ഇതിന് വേറൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇതേ തീരുമാനമെടുത്ത കോൺഗ്രസിനും യു ഡി എഫിനും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റോഡ് ഷോയിൽ ആ കൊടികൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഇല്ല. ഈ കൊടി മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വയനാട്ടിൽ റോഡ് ഷോയിൽ കൊടികൾ ഉപയോഗിച്ചപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് BJP ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ കൊടി വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഈ SDP കാര്യത്തിലെടുത്ത യുക്തിഭദ്രമായ തീരുമാനം വയനാട്ടിലെടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. SDP ഈ തീരുമാനം കൊണ്ട് കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അത് അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ കോൺഗ്രസിന് വയനാട്ടിൽ അവരുടെ കൊടി ഉയർത്താനും പറ്റില്ല, അവരുടെ ഏറ്റവും പഴയ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ പറ്റില്ല എന്നുള്ളത് കോൺഗ്രസ് കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായി എടുക്കുന്ന നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ബാക്കിപത്രമാണ്. കോൺഗ്രസിന്റെ എന്നത്തെയും ശക്തി കേന്ദ്രമായിരുന്ന ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിൽ നിന്നും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഓടിപ്പോയി എത്തേണ്ടത് വയനാട്ടിലാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നത് ഇങ്ങനെ നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് കോൺഗ്രസ് ആ തീരുമാനങ്ങൾ എടുക്കാതിരുന്നത് കൊണ്ടാണ്. കോൺഗ്രസ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സെക്യുലർ ലിബറൽ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് ഈ രാജ്യത്തെ സെക്യുലർ ലിബറൽ ആയിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിലപാട് എടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ നിലപാടുകൾ എടുക്കേണ്ടി വന്ന സന്നിധാവസ്ഥയിലൊക്കെ RSS BJPക്ക് അനുകൂലമായിട്ട് അവർ സ്വന്തം നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായിട്ട്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ എത്തി വന്ന് നിൽക്കുന്നത്. ഞാൻ ഇതിന് ഈ അങ്ങേറ്റം ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ് പക്ഷപാതിയല്ല. പക്ഷെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതിന്റെ കൊടി ഉയർത്തി ഇന്ത്യയിൽ ഒരു പ്രകടനം നടത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഇതിനെ അങ്ങേയറ്റത്തെ വർഗീയമായി ഉപയോഗിക്കാൻ നിൽക്കുന്നത് RSS BJP ആണ്. അമിത്ഷാ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് ഈ പ്രകടനം പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ നടക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ കൂടുതൽ പച്ചവർഗീയമാക്കി മാറ്റി. അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷമായ സ്ഥലത്തേക്ക് പ്രതിപക്ഷ നേതാക്കന്മാർ ഓടിപ്പോയിരിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ചെയ്യുന്ന ഏത് കാര്യത്തെയും പച്ചവർഗീയമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉത്തരേന്ത്യ വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം RSS BJP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അതാണ് നമ്മുടെ രാഷ്ട്രീയപരമായ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും സമൂർത്തമായിട്ടുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. കോൺഗ്രസ് എന്ത് ചെയ്താലും അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം RSS BJP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നു SDP നിലപാട് കോൺഗ്രസിന് ഗുണകരമായി വരാം. കോൺഗ്രസ് അത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ കോൺഗ്രസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പഴയ ഏകദേശം 50-60 വർഷത്തോളം കോൺഗ്രസിന്റെ ഒപ്പം നിന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഖ്യകക്ഷിയായി കിട്ടിയാൽ കൊള്ളാം എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നുമെങ്കിൽ ആ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ, അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ, ഒരു നിലപാട് പറഞ്ഞാൽ, ഒരു പിന്തുണ പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയോടാണ് നിങ്ങൾ കൊടിയുമായിട്ട് വരരുത്, ഞങ്ങളും കൊടിയും എടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറയേണ്ടി വന്നത്. കോൺഗ്രസ് ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മുസ്ലിം ലീഗിന്റെ കൊടി വെച്ച്, കോൺഗ്രസിന്റെ കൊടി വെച്ച് വയനാട്ടിൽ പ്രകടനം നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് BJPക്കാരന് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് നേതാക്കന്മാർ പറയണം, ഞങ്ങൾക്ക് SDP മുസ്ലിം ലീഗിനെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയണം. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് 17 സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നും അവര് വർഗീയ പാർട്ടി അല്ല എന്നുള്ള കാര്യം കേരളത്തിലെ BJPക്കാർക്ക് പോലും അറിയാമെന്നും, എന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൂടെ കൂട്ടിയതെന്നും, എന്നാൽ SDP അതല്ല എന്നും, SDP ഒരു വർഗീയ പാർട്ടിയാണെന്നും, SDP പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറയാനുള്ള ഒരു അവസരം ഇപ്പൊ കോൺഗ്രസിനും. അത് ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരാ, ഡൽഹിയിൽ വിളിച്ചു പറയണം, രാഹുൽ ഗാന്ധി പറയണം. അത് മുസ്ലിം ലീഗിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, മുസ്ലിം ലീഗ് ഞങ്ങളെ പിന്തുണയ്ക്കുന്നു, അവർ രാഷ്ട്രീയ നിലപാട് RSS BJP പറയുന്നത് പോലെയല്ല, അവരൊരു സാമുദായിക പാർട്ടിയാണ്, അവരൊരു വർഗീയ പാർട്ടി അല്ല എന്ന് ഉറച്ചു പറയാനുള്ള, അത് പറയുമ്പം
അതിന് കോൺഗ്രസിന് ഒരു വർഗീയ പാർട്ടിയും ഒരു സാമുദായിക പാർട്ടിയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ് SDPI ഞങ്ങൾ പുറത്താക്കി, SDPIയുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തത് കൊണ്ട് അതിനൊരു ഡിവിഡൻഡ് കോൺഗ്രസ് എടുക്കണം. അത് മുസ്ലിം ലീഗിന് മാത്രമല്ല, മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്ന ജനസമുദായത്തെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന നടപടിയായിരിക്കും അത്. അതുകൊണ്ട് കോൺഗ്രസ് അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനെ കൂട്ടി മുസ്ലിം ലീഗിന്റെ പതാക കൊണ്ട് വയനാട്ടിൽ പ്രകടനം നടത്തണം. ആ പ്രകടനം നടത്തിയിട്ട് ഉത്തരേന്ത്യയിലുള്ള മനുഷ്യരോട് പറയണം, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയവാദികളുടെ പാർട്ടി അല്ല. വർഗീയവാദികളുടെ പാർട്ടി വേറെയുണ്ട്, അത് SDPI ആണ്. അവരെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇവരുമായിട്ട് ഞങ്ങൾ 60 വർഷക്കാലം ഞങ്ങൾ കൂട്ടിലാണ്. ഇതുകൊണ്ട് കോൺഗ്രസിന് പുതുതായി വോട്ട് പോകാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു അപഖ്യാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസിന് ഒരു ചാൻസ് SDPI ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.